വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ കുടിനീർ ഉൾപ്പെടെയുള്ള ജലത്തിന്റെ ലഭ്യതയ്ക്കും നിലനിൽപ്പിനും ജലസാക്ഷരത സമൂഹത്തിൽ സർവ്വവ്യാപകമാകണമെന്ന് SYS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അഹ്സനി ആനക്കര പറഞ്ഞു. SYS ജില്ലാ കമ്മിറ്റി പ്ലാറ്റിനം ഇയർ ജനകീയ പദ്ധതികളുടെ ഭാഗമായി പാലത്തറ ഗേറ്റിൽ ഒരുക്കിയ ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ തന്നെ ജലക്ഷാമം രൂക്ഷമായ പ്രധാന പ്രദേശങ്ങൾ പാലക്കാട് ജില്ലയിലാണ് എന്നത് ജില്ലയിലെ ജലസംരക്ഷണത്തിന്റെ അനിവാര്യത തെളിയിക്കുകയാണ്. മിതമായ ഉപയോഗം ഉറപ്പുവരുത്തുകയും ജലസ്രോതസ്സുകളുടെ ശുചിത്വവും പരിപാലനവും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ തലമുറകൾക്ക് വെള്ളം കരുതി വയ്ക്കാൻ കഴിയും. ശുദ്ധജല വിതരണം, ജലാശയ ശുചീകരണം, ബോധവൽക്കരണ സദസ്സ് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടെ SYS പ്രതിവർഷവും ജലസംരക്ഷണ ക്യാമ്പയിൻ ആചരിക്കാറുണ്ട്. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരങ്ങളും ലഭ്യമായി. ജലക്ഷാമം രൂക്ഷമായ ആലത്തൂർ തരിശ് പ്രദേശത്ത് കഴിഞ്ഞ വർഷം സംഘടനയുടെ സംസ്ഥാനതല ജലസംരക്ഷണ ക്യാമ്പയിൻ ഉദ്ഘാടനം 10 ലക്ഷം രൂപ വരുന്ന പദ്ധതി വഴി 50ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്രദമായെന്നും അത്തരം പദ്ധതികൾ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് ജില്ലയാണ് ഏറെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു ജില്ല. 2 താലൂക്കുകളുണ്ട്. ഒന്ന് ചിറ്റൂർ താലൂക്ക്, 2 ആലത്തൂർ താലൂക്ക്. ഈ 2 താലൂക്കിലാണ് കേരളത്തിൽ ഏറ്റവും അധികം രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നത്. എന്തോ അറിയില്ല, രണ്ടും ഞങ്ങളുടെ ജില്ലയിൽ പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ തളരാൻ പാടില്ല. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗമാണ്. സാന്ത്വനം എന്നത് നമുക്കത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചു തന്നതുമാണ്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് നമുക്ക് വെള്ളമില്ലാത്തത്, ഞാൻ ഓർത്തുപോകുന്നു, കഴിഞ്ഞ വർഷം മർക്കസിന്റെ പ്രത്യേക ഉപഹാരമായി കൊണ്ട് ഏറ്റവും അധികം 50ലധികം കുടുംബങ്ങൾക്ക് വെള്ളമില്ലാത്തിടത്ത് തരിശ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മർക്കസിന്റെ RCFI ഫണ്ട് ഉപയോഗപ്പെടുത്തി 10 ലക്ഷം രൂപയിലധികം ചിലവഴിച്ച് ആ പരിസരവാസികൾക്ക് മുഴുവൻ വെള്ളം എത്തിച്ചു കൊടുക്കാൻ SYSന്റെ സാന്ത്വനത്തിന് സാധ്യമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ തുടക്കമാണിത്. ഇനിയും നമുക്ക് ഒരുപാട് പ്രദേശങ്ങൾ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നതുണ്ട്. അവിടങ്ങളിലേക്കൊക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും ഈ നല്ല കർമ്മത്തിന്റെ ഭാഗമാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അബുദാബി ബനിയാസ് സ്പൈക്ക് MD കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ ആവണക്കുന്ന്, സാമൂഹികം പ്രസിഡന്റ് അബ്ദുൽ ജലീൽ അഹ്സനി ആലൂർ, റഷീദ് ബാഗവി പാലത്തറ, ഉമർ ലത്തീഫി കള്ളടിപ്പറ്റ, മുഹമ്മദ് അലി സഹദി വല്ലപ്പുഴ, TK മൊയ്തീൻ കുട്ടി ഹാജി എന്നിവരും സംസാരിച്ചു.